ഉണ്ട്. ഉപസമിതി 2 തവണ യോഗം ചേർന്നതാണല്ലോ. ഞങ്ങളതിൻ്റെ കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്ത് വരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ക്യാബിനറ്റിൽ അത് ചർച്ചയായിട്ടില്ല. റിപ്പോർട്ട് തയ്യാറായി വരുന്നു, അപ്പോൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, മുന്നണിയിലടക്കം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ശരിക്ക് സമിതിയിൽ പരിശോധിക്കുമ്പോൾ എന്താണ് ഉയർന്നു വരുന്നത്? ഇതൊക്കെ നിങ്ങൾ പറയുന്നതാണ്. ലീഗിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നൊക്കെ. അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ല, PM ശ്രീയെ സംബന്ധിച്ച് ആ പദ്ധതിയെ സംബന്ധിച്ചൊക്കെയുള്ള ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഒക്കെ നിലപാടുകൾ വളരെ വ്യക്തമാണല്ലോ. പക്ഷേ ഇവിടെ ഇപ്പോഴുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ട്, ഇപ്പം പിണറായിയുടെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി എന്താ പറഞ്ഞത് ലേഖനത്തിലൂടെ, അങ്ങനെ സ്റ്റേറ്റിന് പിന്മാറാൻ പറ്റാത്ത കരാറിലാണ് കഴിഞ്ഞ തവണ ഒപ്പിട്ടതെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ കരാറിൻ്റെ ഒരു വശം ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുണ്ട്. ഒരുപാട് പദ്ധതികളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ പിന്നെ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട റേഷ്യോ ഉണ്ട് 60-40. അപ്പോൾ അതിലൊരു പദ്ധതിയാണ് ഇത്, വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു പദ്ധതിയാണിത്. അപ്പോൾ അതൊക്കെ പരിഗണിച്ച് വേണം ഇതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കടക്കാൻ. ഒരു അത് സംബന്ധിച്ചൊരു കാര്യങ്ങൾ ചർച്ച ചെയ്ത് രൂപമുണ്ടാക്കാം. ചെറിയ സമയവ്യത്യാസമൊന്നും ഇപ്പം ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമല്ലല്ലോ, അത് പരിഹരിക്കപ്പെടും. അങ്ങനെയല്ല, ഒന്നുകൂടി യോഗം ചേർന്നിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുകയുള്ളൂ. അല്ല, ഇതിലങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഒക്കെ നിങ്ങൾ ചോദിക്കുന്നത് PM ശ്രീയോടുള്ള അഭിപ്രായമാണെങ്കിൽ അത് വ്യക്തമാണല്ലോ. ഇനി ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധിയിൽ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനമാണ് എടുക്കേണ്ടത്. ഉപസമിതിയിൽ ആശയക്കുഴപ്പത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും എല്ലാ വശങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു ഭിന്നാഭിപ്രായമല്ല, വ്യത്യസ്ത രീതികൾ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇതിലിപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് നമ്മൾ എന്ന കാര്യത്തിൽ ഒന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. PM ശ്രീയോടുള്ള രാഷ്ട്രീയ നിലപാട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രഖ്യാപിച്ചതാണ്. അതൊന്നും ആരും മാറ്റിയിട്ടില്ല. ഇവിടെയുള്ള പ്രശ്നം, ഞങ്ങൾ ഈ ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ച പ്രതിസന്ധികളാണ് പ്രശ്നം. അതൊരു പ്രതിസന്ധിയാണല്ലോ. പിന്നോട്ട് പോകാൻ കഴിയാത്ത വിധമുള്ള കരാർ കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ടു എന്നത് ഞങ്ങളെ മുമ്പിൽ ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. അതൊരു പ്രതിസന്ധിയാണ്. മറ്റൊരു വിഷയം, SSK ഡയറക്ടറെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. റിട്ടയറായി ഒരു 8 വർഷത്തിന് ശേഷം ഉള്ളൊരു ആൾക്കാണ് ഇപ്പോൾ പോസ്റ്റിംഗ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ പ്രഗത്ഭരായിട്ടുള്ളവർ ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പുനർനിയമനം നൽകിയത് എന്നുള്ളതാണ് ഉയരുന്നൊരു വിമർശനം. അല്ല, സാധാരണഗതിയിൽ ഇങ്ങനെ അതിന് ചില നോംസ് ഉണ്ട്. ഒരു പോസ്റ്റിലേക്ക് ഒരാൾ വരാനുള്ള നോംസ് ഉണ്ട്. അത് പാലിച്ചുകൊണ്ട് തന്നെയാണ് അതിലെ നിയമനം നടത്തിയിട്ടുള്ളത്. പിന്നൊക്കെ പുറത്തുള്ള വാർത്തകൾ എന്ന് പറഞ്ഞാൽ പലതും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അല്ല, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയൊന്നും ഒരു പ്രശ്നവും ആർക്കുമില്ല. അല്ല, ഞങ്ങൾ ആ വിഷയത്തിൽ പലതവണ ഇടപെട്ടതാണ്, സംസാരിച്ചതാണ്. ഇപ്പോൾ കുറേ മാറ്റങ്ങളുണ്ടാക്കി. ശനിയും ഞായറും അധ്യാപകർ സെൻസസ് ഡ്യൂട്ടി നടത്തിയാൽ മതി. അതിന് 8 ദിവസം അലോട്ട് ചെയ്ത്, എനിക്ക് തോന്നുന്നു അതിൻ്റെ ടൈം കഴിഞ്ഞു, ജൂലൈയിലാണ്. പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ പകുതിയിലധികം കഴിഞ്ഞു. ഇനി ബാക്കിയേ ഉള്ളൂ. 8 ദിവസമാണ്. ശനിയും ഞായറും മാത്രമേ അവർ ആ പ്രവൃത്തി ചെയ്യേണ്ടതുള്ളൂ. ബാക്കി അടുത്ത വർക്ക് വരുന്നത് ഫെബ്രുവരിയിലാണ്. അപ്പോൾ അതിലൊന്നും ഇപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല. പരമാവധി അധ്യാപക പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ സംസാരിച്ചത്. പക്ഷേ ഇത് നമ്മുടെ രാജ്യത്താകെ നടക്കുന്ന ഒരു സംഗതിയാണ് സെൻസസ് എന്നുള്ളത്. അപ്പോൾ അത് നടത്തി കൊടുക്കണല്ലോ.
അതിന് അനുഭവപൂർവ്വം അവരെ പരിഗണിക്കുന്നില്ല, ഒരു ചർച്ചയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകുന്നില്ല എന്നൊരു പരാതി അവർ വലിയ തോതിൽ ഉന്നയിക്കുന്നുണ്ട്. ഇന്നും അവർ മുട്ടുകുത്തി പ്രതിഷേധിക്കാൻ തയ്യാറെടുക്കുകയാണ്. അതിൽ ഇടപെടേണ്ടതല്ലേ? അവരുടെ സമരത്തോട് നല്ല അനുഭാവം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അവർ പറയുന്ന കാര്യമൊന്നും പിന്നെ നമ്മൾ പരിഗണിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള പ്രശ്നം, കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് റാങ്ക് ലിസ്റ്റുകൾ ഒരു കുട്ടിയെപ്പോലും അപ്പോയിൻ്റ് ചെയ്യാതെ ഒരാൾക്ക് പോലും നിയമനം കൊടുക്കാതെ അസ്തമിച്ച് പോയിട്ടുണ്ട്. അതിനൊന്നും ഞങ്ങളല്ല ഉത്തരവാദി. ഇപ്പോൾ പിന്നെ കുട്ടികൾ കുറയുന്നു എന്നുള്ളതൊരു വിഷയമാണ്. ഇപ്പോൾ ഈ വർഷം 1 ലക്ഷത്തോളം കുട്ടികൾ കുറഞ്ഞിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ രംഗത്ത്. ഞങ്ങളെ ഗവൺമെൻറ് വന്ന് 10 ദിവസത്തിനുള്ളിലാണ്, അല്ലെങ്കിൽ ആ സമയത്ത് നടക്കുന്ന അഡ്മിഷനാണ്. അപ്പോൾ അതിനൊന്നും അങ്ങനെ കാണേണ്ടതില്ല. ഞാനും അങ്ങനെ കാണുന്നില്ല. വേറെ ജനന നിരക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഈ വർഷം ഞങ്ങൾ ഇപ്പോൾ അധികാരം ഏറ്റെടുക്കുന്ന ഈ സമയത്ത് 1 ലക്ഷത്തോളം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കുറവ് വന്നിട്ടുണ്ട്. അത് ജനന നിരക്കിലുള്ള കുറവ് കൊണ്ട് മാത്രമായിക്കൊള്ളണമെന്നില്ല, വേറെ ഘടകങ്ങളുണ്ടാകാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോസ്റ്റ് നഷ്ടപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതും ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ലേ? പുറത്ത് നിൽക്കുന്ന റാങ്ക് ലിസ്റ്റിൽ പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടണം, തർക്കമില്ല. വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് അവരെഴുതി നേടിയിട്ടുള്ളൊരു സംഗതിയാണ്. അതിൽ നിന്ന് ഒരാളെ പോലും 1ാം റാങ്കുകാരനെ പോലും നിയമിക്കാതിരിക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ്. പക്ഷേ നിയമനം കിട്ടിയ ആളുകൾക്ക് പോസ്റ്റ് നഷ്ടപ്പെടുമ്പോൾ അവരോട് പുറത്തു പോകാൻ വരാൻ പറ്റില്ലല്ലോ. അവരെയും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഈ 2 വിഷയവും ഒരുപോലെ പരിഗണിക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ ഇതിന് മുമ്പൊരു കുട്ടി തന്നെ എന്നോടൊരു സ്കൂളിൽ നിന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതാണ്, ഞങ്ങൾ പല വഴികളും അതിൽ തേടുന്നുണ്ട്. ക്വാർട്ടർലി ആയിട്ട് പുസ്തകങ്ങളുടെ കട്ടി കുറക്കുക, അതുപോലെ തന്നെ ഇപ്പം തന്നെ വോളിയമായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ വേറെ ഒരു നിർദ്ദേശം വന്നത് 1 മാസത്തേക്കുള്ള ഇതെല്ലാം കൂടി ഒരു ബുക്കായിട്ട് ബൈൻഡ് ചെയ്യുക, എല്ലാ സബ്ജക്റ്റും കൂടി. അങ്ങനെ പല നിർദ്ദേശമുണ്ട്. ഏതായിരുന്നാലും അതിൻ്റെ അത്തരം കാര്യങ്ങളൊക്കെ, അത്തരം പരിഷ്കാരങ്ങളെ സംബന്ധിച്ചൊക്കെ ഉള്ളൊരു ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനി അടുത്ത അധ്യയന വർഷം മുതലല്ലേ നടത്താൻ കഴിയുള്ളൂ.